നമ്മെ അതിശക്തനായൊരു മനുഷ്യനാക്കി മാറ്റുന്ന ചില ചാണക്യ വചനങ്ങൾ കേൾക്കാം. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ശരീരം നശ്വരമാണ്, സമ്പത്തും ശാശ്വതമല്ല. മരണം എപ്പോഴും സമീപം തന്നെയുണ്ട്. അതുകൊണ്ട് നാം ഉടൻ തന്നെ പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടണം. സർപ്പം, രാജാവ്, കടുവ, കടിക്കുന്ന കടന്നൽ, ചെറിയ കുട്ടി, അന്യരുടെ ഉടമസ്ഥതയിലുള്ള നായ, വിഡ്ഢി, ഈ 7 പേരെയും ഉറക്കത്തിൽ നിന്നും ഒരിക്കലും ഉണർത്താൻ പാടില്ല. അത് നമുക്ക് തന്നെ ആപത്താണ്. നമ്മുടെ ഉള്ളിലുള്ള നൈപുണ്യങ്ങളെ മറഞ്ഞിരിക്കുന്ന നിധി എന്നാണ് വിളിക്കുക. ഒരു വ്യക്തി വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ അമ്മ അവരെ സംരക്ഷിക്കുന്നത് പോലെ ഈ നൈപുണ്യങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നു. ആദ്യത്തെ 5 വർഷം നിങ്ങളുടെ കുട്ടിയെ പ്രിയപ്പെട്ടവരായി പരിഗണിക്കുക. അടുത്ത 5 വർഷത്തേക്ക് അവരെ ശാസിച്ചു വളർത്തുക. 16 വയസ്സാവുമ്പോഴേക്കും അവരോട് സുഹൃത്തിനെ പോലെ പെരുമാറുക. നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം. വിഡ്ഢികളെ ബഹുമാനിക്കാത്ത, ധാന്യം നന്നായി സംഭരിക്കപ്പെടുന്ന, ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടാത്ത ഒരു വീട്ടിൽ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരം വസിക്കുന്നു. കാമത്തെപ്പോലെ വിനാശകരമായ ഒരു രോഗമില്ല. കോപത്തെപ്പോലെ വിനാശകരമായ ഒരായുധവുമില്ല. ജ്ഞാനി തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊക്കിനെ പോലെ നിയന്ത്രിച്ച് തൻ്റെ സ്ഥലം, സമയം, കഴിവ് എന്നിവയെക്കുറിച്ചുള്ള അറിവോടെ തൻ്റെ ഉദ്ദേശം നിറവേറ്റാനായി ഏകാഗ്രതയോടെ കാത്തുനിൽക്കണം. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ കർമ്മത്തിന് നല്ലതും ചീത്തയുമായ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നു. അവൻ ഏകനായി തന്നെ പരമമായ ധാമത്തെയും പുൽകുന്നു. നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് എല്ലാവരുടെ മുന്നിലും വെളിപ്പെടുത്തരുത്. അത് നടപ്പിലാക്കുന്നതുവരയ്ക്കും ബുദ്ധിമാന്മാർ രഹസ്യമായി തന്നെ സൂക്ഷിക്കും. എല്ലാവരുമായും അമിതമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ എപ്പോഴും ഭയവും ദുഃഖവും അനുഭവിക്കുന്നു. കാരണം എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം ആസക്തി നിറഞ്ഞ ബന്ധങ്ങളാണ്. അതിനാൽ ഒരാൾക്ക് സന്തുഷ്ടനായി ജീവിക്കണമെങ്കിൽ ആസക്തിയെ ഉപേക്ഷിക്കേണ്ടതാണ്. പല സൗഹൃദങ്ങളുടെയും പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ സൗഹൃദങ്ങളില്ല. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. അപമാനം വരുത്തിവെച്ച് ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തെ സങ്കടത്തിന് കാരണമാകുന്നു. പക്ഷേ അപമാനം ഒരാളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും ദുഃഖത്തെ കൊണ്ടുവരുന്നു. ഒരു വിഷമില്ലാത്ത പാമ്പ് പോലും വിഷമുള്ള പാമ്പിനെ പോലെ നടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും ശക്തനായി നടിക്കുകയെങ്കിലും വേണം. സമ്പത്ത്, സുഹൃത്ത്, ഭാര്യ, രാജ്യം എന്നിവ നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാം. എന്നാൽ ഈ ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നേടാനാവില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം സ്വന്തം ശരീരത്തിന് നൽകുക. പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് എപ്പോഴും 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? ഞാനിതിൽ വിജയിക്കുമോ? ഇതാഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊരു പ്രവൃത്തി ആരംഭിക്കുക. ഒരന്ധന് കണ്ണാടി ഉപകാരപ്പെടാത്തതുപോലെ ഒരു വിഡ്ഢിക്ക് പുസ്തകങ്ങളെല്ലാം ഉപയോഗശൂന്യമാണ്. അറിവ് നിങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു. ഒരു വ്യക്തിക്ക് അജ്ഞത മൂലം ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. ഒരു സൈന്യം സൈന്യാധിപനില്ലാതെ നഷ്ടപ്പെടുന്നു. ഒരു രാജാവിന് കീർത്തിയില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നു. ഹേ ജ്ഞാനിയായ മനുഷ്യ, നിന്റെ സമ്പത്ത് അർഹതയുള്ളവർക്ക് മാത്രം നീ നൽകുക. മറ്റുള്ളവർക്ക് ഒരിക്കലും നൽകരുത്. പാത്രമറിഞ്ഞു മാത്രമേ ദാനം നൽകാവൂ. നിങ്ങളുടെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കുക. കാരണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷം നിറഞ്ഞ ഒരു കുടം പോലെയാണ്. ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടാണ്, ഒരിക്കലും ജന്മം കൊണ്ടല്ല. നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. ഇടയിൽ വെച്ച് അത് ഉപേക്ഷിക്കാതിരിക്കുക. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവനായിരിക്കും ജയത്തിലും പരാജയത്തിലും സന്തോഷിക്കുന്നവർ. സന്തുലിതമായ മനസ്സ് കാത്തുസൂക്ഷിക്കലാണ് തപസ്. സംതൃപ്തിയാണ് സന്തോഷം. അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ രോഗം. കരുണയാണ് ഏറ്റവും വലിയ പുണ്യം. ഈ ചാണക്യവചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. ജീവിതത്തെ ശക്തമാക്കുക.